ഞാൻ വന്ദന. വിശദമായ വാർത്തകളിലേക്ക്. കീഴാറ്റൂർ പഞ്ചായത്തിലെ പട്ടിക്കാട് മുള്ളിയാക്കുറിശ്ശിയിൽ ഇറങ്ങിയ പുലിയെ പിടിക്കാൻ കെണി സ്ഥാപിച്ചു. വനംവകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് നടപടി. പുലി ഇറങ്ങിയതിന് സ്ഥിരീകരണമായതോടെ പ്രദേശവാസികൾ കടുത്ത ഭീതിയിലാണ്. കീഴാറ്റൂർ പഞ്ചായത്തിലെ പട്ടിക്കാട് മുള്ളിയാക്കുറിശ്ശിയിൽ പെരുതല മലയടിവാരത്താണ് വനംവകുപ്പ് പുലിയെ പിടികൂടാൻ കെണി സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയിൽ കഴിഞ്ഞ ദിവസം പുള്ളിപ്പുലിയുടെ ചിത്രങ്ങൾ പതിഞ്ഞിരുന്നു. തുടർച്ചയായി 3 ദിവസങ്ങളിലായി 4 തവണയാണ് മേഖലയിൽ പുലി ജനവാസ കേന്ദ്രങ്ങളിൽ എത്തിയത്. എന്നിട്ടും കെണി സ്ഥാപിക്കാൻ നടപടി വൈകിയത് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. വനം വകുപ്പ് മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് എം ഉമ്മർ MLA നടത്തിയ ശ്രമങ്ങൾക്കൊടുവിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ധനിക് ലാൽ, ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർ N സുരേന്ദ്രൻ, C അജയൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തിയാണ് ഇപ്പോൾ കെണി സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിപ്പോ ഞങ്ങൾ ഇവിടെ ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. കൂടുതലിപ്പോൾ വൈകുന്നേരം ഇതിന് വരെ വയ്ക്കും. പുലിയാന്ന് എന്തായാലും തെളിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഒരു പെട്രോളിയം ടീം, ഇപ്പോൾ ഡെപ്യൂട്ടി റേഞ്ചറുടെ നേതൃത്വത്തിലുള്ള പെട്രോളിയം ടീം എപ്പോഴും ഈ ഏരിയയിൽ ജാഗരൂകരായിട്ടുണ്ട്. പുലിയെ പിടികൂടാൻ കെണിയടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയ പശ്ചാത്തലത്തിലാണ് മലയടിവാരത്തേക്ക് പ്രവേശിക്കരുതെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് പുലി ഇറങ്ങിയതോടെ കടുത്ത ഭീതിയിലാണ് ജനങ്ങൾ. 3 ദിവസങ്ങളിലായിട്ട് പുലിയുടെ ശല്യത്തിലാണ് ഞങ്ങളൊക്കെ ഉള്ളത്. വൈകിട്ട് മക്കളെ കളിക്കാൻ വിടാൻ അതിനൊക്കെ ബുദ്ധിമുട്ട്. അടുത്ത് ഒരു 100 മീറ്റർ അകലത്തിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. വീട്ടിൽ നിന്നും വൈകുന്നേരമായ മക്കളെ പുറത്ത് വിടാൻ, ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ ഒക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഭയങ്കര പേടിയോടുകൂടിയാണ് ഞങ്ങൾ നടക്കുന്നത്. ഇതിലേക്കൂടി മക്കളെ സ്കൂളിൽ പറഞ്ഞേക്കുക, മക്കളെ വൈകുന്നേരം മുറ്റത്ത് കളിക്കുക, അതൊക്കെ ഞങ്ങളെ കൊണ്ട് ഭയങ്കര പേടിയുള്ളൊരു. പട്ടാപകൽ പോലും പുലി ജനവാസ കേന്ദ്രത്തിൽ എത്താറുണ്ട്. ഇവിടെ ഒരു തെങ്ങിൻ തോപ്പിൽ വെച്ച് കാളക്കുട്ടിയെ പുലി കടിച്ചു കൊന്നത് പകൽ സമയത്താണ്. മങ്കട കൂട്ടിൽ ഭാഗത്തും നേരത്തെ പുലി ഇറങ്ങിയതായി വാർത്ത പരന്നിരുന്നു. അവിടെ എത്തിയ പുലി തന്നെയാകാം ഇപ്പോൾ മലയുടെ എതിർഭാഗത്ത് മുള്ളിയാക്കുറിശ്ശിയിലും എത്തിയിരിക്കുന്നത് എന്നതാണ് അനുമാനം. മങ്കട കൂട്ടിൽ ഭാഗത്തെ ആദ്യം പുലിയെ കണ്ട അസൈനാർ ഇപ്പോൾ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ നാട്ടിലെ താരമാണ്. മെയ് 14-ന് മങ്കട AUP സ്കൂൾ പരിസരത്ത് വെച്ചാണ് അസൈനാർ പുലിയെ കണ്ടത്. എന്നാൽ പുലിയെ പിടികൂടാൻ സാധിക്കാതെ വന്നതോടെ അതുതന്നെ ഓട്ടോ ഡ്രൈവറായ അസൈനാർക്ക് വിനയായി. എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറി. ഞാനാണ് ഫസ്റ്റ് ഇങ്ങനെ കൂട്ടിൽ വെച്ചിട്ട് പുലിനെ കണ്ടത്. ഞാനും കുട്ടിയെ കണ്ടത്. ഞാൻ എല്ലാവരോടും പറഞ്ഞപ്പോൾ ആർക്കും ഒരു വിശ്വാസം ഉണ്ടായില്ല. ഇപ്പൊ എല്ലാവരും കാണുന്നു, അല്ല TV ക്യാമറ കൊടുക്കണു. അവിടെ പിന്നെ മുള്ളിയാക്കുറിശ്ശിയിൽ ഒരു പശുവിനെ കടിച്ചു എന്ന് പറയുന്നത്, പിന്നെ അവിടെ ഇവിടെയൊക്കെ കാണുന്നു എന്ന് പറയുന്നത്. ഇപ്പോഴാണ് ആൾക്കാർ, ഇന്ന എല്ലാ ആൾക്കാരും കളിയാക്കിയായിരുന്നു. ഇങ്ങനെ സംഭവം തന്നെ അല്ല. ഇത് വെറുതെ ആൾക്കാരുടെ ഇടയിൽ ആളാൻ വേണ്ടി പറയാണ്. പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ല, ഇത് വെറുതെ ഇതാക്കാൻ. ഇപ്പൊ ഞാൻ അങ്ങാടിക്ക് ഇറങ്ങുമ്പോൾ ഞാൻ പുലിയെ വിളിച്ചത്, കാണുന്നവരൊക്കെ പുലി പോയി വിളിച്ചത്. ആൾ കളിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഇതോടെ മനസ്സിലായത് ഇപ്പൊ ആൾക്കാർക്ക് വിശ്വാസമായി. ഇപ്പൊ കാണുമ്പോ ആൾക്കാർ ഇത് പറഞ്ഞത് റെഡി ആട്ടോ, സംഭവം ഉണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. മുള്ളിയാക്കുറിശ്ശിയിൽ പുലിയുണ്ടെന്ന് ഉറപ്പായതോടെ മങ്കടക്കൂട്ടിൽ പ്രദേശത്തും ആശങ്കയുടെ മുൾമുനയിലാണ്. പെരുമ്പറമ്പേര് അവിടെ പോയി ഉള്ള ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ ചെയ്യാം. ഒരുപാട് അയിരുമടകൾ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തോ ടിപ്പു സുൽത്താന്റെ കാലത്തോ ഇരുമ്പയിര് എടുക്കാൻ വേണ്ട മടകൾ ഒരുപാട് സ്ഥലങ്ങൾ, കിലോമീറ്ററോളം നീളത്തിലുള്ള അയിരുമടകളുണ്ട്. അപ്പൊ ഇത് അവരുടെ ഒരു സങ്കേതമാണ്, ഈ പുലിയുടെ ഒരു സങ്കേതമാണ്. അപ്പൊ ആ പുലി അവിടെയാണ് ഇപ്പോഴും ഒളിഞ്ഞു താമസിക്കുന്നത്. വല്ല ഇരയും കിട്ടിക്കഴിഞ്ഞാൽ നേരെ പുലി പോകുന്നത് ഈ അയിരുമടയിൽ പോയിട്ട് അഭയം തേടുകയാണ്. പിന്നെ 2 ദിവസം 3 ദിവസം വിശന്നിട്ട് പിന്നെയും വീണ്ടും അങ്ങോട്ടാണ് പോകുന്നതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ആ പെരുമ്പറമ്പ് ഭാഗത്ത് എത്രയും പെട്ടെന്ന് ക്യാമറ സ്ഥാപിക്കുകയും പുലിക്കണി ഒരുക്കും വേണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. SC ന്യൂസ്, പെരിന്തൽമണ്ണ.